മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നത് വെറുതെയല്ല. ഇന്നലെ കാസർഗോഡ് സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതായത് 3 ജീവനുകളാണ്. അശ്രദ്ധ വരുത്തിയ ദുരന്തം എന്ന് തന്നെ പറയാം. അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിനായി കോട്ടയത്തു നിന്നും കാസർകോട്ടേക്ക് എത്തിയതായിരുന്നു 50 അംഗ സംഘം. എന്നാൽ വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഈ സംഘം മടങ്ങുന്നത് മായാത്ത കണ്ണീരുമായാണ്. അതിദാരുണമായ സംഭവം. ചിങ്ങവനം സ്വദേശിയുടെ വിവാഹത്തിനായിരുന്നു സംഘം കാസർകോട്ടേക്ക് എത്തിയിരുന്നത്. മരണപ്പെട്ട ഏഞ്ചലയുടെ വിവാഹം കഴിഞ്ഞ് 8 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ചിങ്ങവനം പുരപ്പൂത്തറ ബിജു ജോർജിന്റെയും ലിനുവിന്റെയും മകൾ മാർഷയുടെ വിവാഹമായിരുന്നു ഇന്നലെ. വിവാഹത്തിനായി ഇന്നലെ രാവിലെ മലബാർ എക്സ്പ്രസിലാണ് ബന്ധുക്കളുടെ 50 അംഗ സംഘം ഇവിടേക്കെത്തുന്നത്. കള്ളാർ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു വിവാഹം നടന്നത്. ആഘോഷമായി തന്നെ വിവാഹ ചടങ്ങുകളെല്ലാം നടന്നു. വിവാഹത്തിനായി എത്തിയ സംഘം സന്തോഷത്തോടെ തന്നെ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് തിരുവോണമായതിനാൽ അന്ന് തന്നെ പുറപ്പെടാമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് രാത്രി മലബാർ എക്സ്പ്രസിൽ തന്നെ തിരികെ പോകാൻ വേണ്ടി അവർ കാഞ്ഞങ്ങാട്ടേക്ക് എത്തുകയും ചെയ്തു. സ്റ്റേഷനോട് ചേർന്നുള്ള നടവഴിയിലൂടെയാണ് 1-ാം പ്ലാറ്റ്ഫോമിലെത്തിയത്. അവിടെ നിന്നും ട്രാക്ക് കുറുകെ കടന്ന് ഈ സംഘം 2-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കെത്തി. ട്രെയിൻ 2-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ ഇവരുടെ പുറകെ എത്തിയ സംഘം പറഞ്ഞത് ട്രെയിൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് എന്നായിരുന്നു. തുടർന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ച് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വരികയായിരുന്നു. എന്നാൽ ധൃതിയിൽ പ്ലാറ്റ്ഫോം മറികടക്കുന്നതിനിടെ കണ്ണൂർ ഭാഗത്തു നിന്നും എത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് സംഘത്തിലെ 3 പേരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 പേരുടെയും ശരീരങ്ങൾ ഛിന്നഭിന്നമായി. പിന്നെ അവിടെ കേട്ടത് കൂട്ട നിലവിളികളായിരുന്നു. അപകടത്തിന് പിന്നിൽ യാത്രക്കാരുടെ അശ്രദ്ധയും കാരണമായെന്നാണ് സൂചന. ചിങ്ങവനം സ്വദേശികളായ ചിന്നമ്മ, ആലീസ് തോമസ്, ഏഞ്ചല എബ്രഹാം എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. പാലക്കാട് നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഏഞ്ചല. ഏഞ്ചലയുടെ ഭർത്താവ് റോബർട്ട് കുര്യാക്കോസ് UK-യിൽ എഞ്ചിനീയറാണ്. സംഘത്തിലെ ആളുകളെ മലബാർ എക്സ്പ്രസിൽ വിട്ട ശേഷം വധുവിന്റെ പിതാവ് ബിജു തുടർ നടപടികൾക്കായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. വേണ്ടപ്പെട്ടവരെല്ലാം കൂടെയില്ലാതെ എങ്ങനെ തിരിച്ചുപോകുമെന്ന് പറഞ്ഞ ബിജു വിലപിക്കുമ്പോൾ ആർക്കും തന്നെ സമാധാനിപ്പിക്കാനാകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഉത്രാട നാളായ ഇന്നലെ കേരളക്കര കേട്ടത് ഒരു ദുരന്തത്തിന്റെ വാർത്തയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.